ഹലോ. അല്പം വ്യത്യസ്തമായ രീതിയിൽ നിന്ന് നമുക്ക് ഒരു ഇഡ്ഡലിക്ക് ദോശയ്ക്കുമുള്ള മാവ് തയ്യാറാക്കാം. അര ഗ്ലാസ് ഉഴുന്ന് കുതിർത്ത് അരച്ചതിൻ്റെ കൂടെ അല്പം പുട്ടുപൊടിയും അല്പം അപ്പപ്പൊടി, അതായത് ഇടിയപ്പപ്പൊടി കൂടെ മിക്സ് ചെയ്താണ് ഇന്ന് ഈ സ്പെഷ്യൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ദോശയാണ്, സോഫ്റ്റ് ഇഡ്ഡലിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ കാണാം. ഇവിടെ എലൈറ്റ് കമ്പനിയുടെ അപ്പപ്പൊടി, എലൈറ്റിൻ്റെ തന്നെ പുട്ടുപൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml ഗ്ലാസ്സിന് അല്ലെങ്കിൽ കപ്പിന് അര കപ്പ് അപ്പപ്പൊടിയും അര കപ്പ് പുട്ടുപൊടിയും ഒരു മാവ് അരച്ച് വെക്കുന്ന പാത്രത്തോട് ഇട്ടിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി വെക്കണം. പുട്ടുപൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ. പുട്ടുപൊടി ഇല്ലാതെ അപ്പപ്പൊടി മാത്രമാണെങ്കിൽ 1 ഗ്ലാസ് അപ്പപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. ഇതിപ്പോൾ പുട്ടുപൊടിയും കൂടെ പകുതി പുട്ടുപൊടിയും പകുതി അപ്പപ്പൊടിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഈ പുട്ടുപൊടിയും വെള്ളവും കൂടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് അര ഗ്ലാസ് ഉഴുന്ന് 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുതിർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിൽ അര ഗ്ലാസ് വെള്ളം മാത്രമേ എടുക്കാവൂ. അര ഗ്ലാസ് ഉഴുന്ന് കുതിർത്തതിൻ്റെ കൂടെ അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് നല്ല മഷി പോലെ നല്ലതുപോലെ അരച്ച് എടുത്തിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ ചേർക്കണം. രണ്ടും കൂടെ ആദ്യം സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കണം. കാരണം പൊടികളും മാവും കൂടെ തമ്മിൽ നല്ലതുപോലെ യോജിക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികൾ പുട്ടുപൊടി, അര ഗ്ലാസ് പുട്ടുപൊടി, അര ഗ്ലാസ് അപ്പപ്പൊടി, അര ഗ്ലാസ് ഉഴുന്ന് കുതിർത്ത് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുത്തതും കൂടെ രണ്ടും കൂടാണ് മിക്സ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റോളം അല്പസമയം നല്ലതുപോലെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒരുപോലെ മിക്സ് ചെയ്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ആക്കി വെക്കണം. മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഉപ്പ് പാകത്തിനാക്കി വെക്കുക, അത്രമാത്രം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. രാത്രിയിൽ അരച്ച് വെച്ചാൽ സന്ധ്യയ്ക്കൊക്കെ അരച്ച് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പതഞ്ഞ് പൊങ്ങി മുകളിലോട്ട് വന്നിട്ടുണ്ട്. രാവിലെയാണ് ഞാനിത് നോക്കുന്നത്. രാത്രി ഒരു 6-6:30 മണിക്ക് അരച്ച് വെച്ചതാണ്. രാവിലെ 5 മണി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ തന്നെ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. മറ്റൊരു സാധനങ്ങളും ഇതിൻ്റെ കൂടെ ഈസ്റ്റോ സോഡാപ്പൊടിയോ വെളിച്ചെണ്ണ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചേർക്കാൻ ഇതിനകത്ത് യാതൊന്നും പഞ്ചസാര ഇതൊക്കെ ചേർക്കാറുണ്ട്. ഇതൊന്നും ചേർത്തില്ല. അരിപ്പൊടി, അപ്പപ്പൊടി, ഉഴുന്ന്, ഇത് 3 അര ഗ്ലാസ് വീതം. ഉഴുന്ന് കുതിർത്ത് അരയ്ക്കുക. ഇതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ 16 ഇഡ്ഡലി കിട്ടി. വലിയ മേന്മയൊന്നും പറയാനില്ലെങ്കിൽ നല്ല സൂപ്പർ ഇഡ്ഡലിയും സൂപ്പർ ദോശയും.